ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. അങ്ങനെ അനാമികയും ജലജയും കൂടി ഒരു പണി കൂടി ഒപ്പിക്കുകയാണ് കേട്ടോ. നയന പണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുമായിട്ട് വന്ന ആ കള്ളത്തരം മുഴുവൻ നമ്മുടെ നവ്യ പൊളിച്ചടക്കുകയും ചെയ്യുന്ന ആ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നയനയും ആദർശും കൂടി പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. ആദർശിന് നയനയോട് ഭയങ്കര സ്നേഹമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നയനയായിട്ട് പുറത്ത് പോകാനായിട്ട് ആദർശിന് താല്പര്യമാണ്. അപ്പം നയനെ ഒരു ദേവതയെ പോലെ കണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് വേണേലും നയന പറഞ്ഞാൽ സാധിച്ചു തരാമെന്നാണ് ആദർശ് പറയുന്നത്. അങ്ങനെ കാറൊക്കെ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് നയനയെ കാറിൽ കയറ്റും. അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടാ ഇതൊക്കെ? അല്ല, ഇത് ഒരു സ്വർഗം പോലെ ആക്കിയതാണ്. ഇത് കുറച്ച് ഓവറല്ലേ? ഓവറാകട്ടെ, നീ എൻ്റെ കൂടെ ഉള്ളപ്പം ഇത് ഇത്തിരി ഓവറായാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നേ എന്ന് ആദർശിനോട് നയന ചോദിക്കുക. അതോ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിഞ്ഞാലേ മേഡം കൂടെ വരുവുള്ളൂ. ഏയ് അങ്ങനെയൊന്നുമില്ല, പോക്കോ. അങ്ങനെയാണെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നയനയ്ക്ക് എന്നോട് ചോദിക്കാം. ഈ ലോകത്ത് എന്തും പണം കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന എന്തും ഞാൻ വാങ്ങിത്തരും. എന്തു വേണേലും എത്ര രൂപ വേണേലും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് നയനെ ആഗ്രഹിച്ചാലും അത് ഞാൻ വാങ്ങിത്തരും എന്ന് പറയാം. അപ്പം നയന പറയാണ്, ഏയ് എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ചെറുപ്പത്തിലൊക്കെ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ പണമൊന്നും ഇല്ലാത്ത കാരണം വാങ്ങിച്ചു തരാൻ പറ്റാതിരുന്ന എന്തെങ്കിലും കാര്യങ്ങളോ, ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് പണം ഇല്ലാത്തത് കൊണ്ട് വാങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നയന പറഞ്ഞോളൂ, ഞാനത് വാങ്ങിത്തരാം. ഏയ് എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ഈ പണം കൊണ്ട് സ്വസ്ഥതയും സമാധാനവും ഒന്നും വാങ്ങാൻ പറ്റില്ല. പണം ഇല്ലാതിരിക്കുമ്പം കിട്ടുന്ന ആ സ്വസ്ഥതയും സമാധാനമൊന്നും ഈ പണം ഉള്ളപ്പോൾ കിട്ടില്ല എന്ന് പറയാം. പണം ഉണ്ടപ്പോഴേ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ, അത് തനിക്കറിയോ? അതിനെന്താ, അതൊക്കെ എനിക്കറിയാം എന്ന് പറയാണ്. എങ്കിൽ നമുക്കൊരു ബെറ്റ് ചെയ്യാം. ഇന്നൊരു ദിവസം നമ്മൾ പണമില്ലാതെ എല്ലായിടത്തൂടെയും പോകുന്നു, സന്തോഷ സമാധാനത്തോടെയും നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ സന്തോഷത്തിലാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ബെറ്റ് ജയിച്ചു എന്ന് നയന പറയാം. ഇനിയിപ്പോൾ നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പം നമ്മൾ ആകപ്പാടെ വിഷമിച്ചാണ് വരുന്നതെങ്കിൽ ആദർശേട്ടൻ ജയിച്ചു. ആദർശേട്ടൻ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം എന്ന് നയന പറയുമ്പോൾ ആദർശ് വിചാരിക്കുക, എന്തായാലും ആദർശേ നീയേ ജയിക്കുള്ളൂ, അപ്പോൾ ഈ ബെറ്റങ്ങ് ഓക്കെ ആക്കിയേക്കാം എന്ന് പറയാം. അപ്പം ശരി, എന്നാൽ അങ്ങനെ ആകട്ടെ എന്ന് പറയണം. ഓക്കെ, അങ്ങനെ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ടു, നമുക്ക് നടക്കാം എന്ന് നയന പറയുക. പണവും എടുക്കണ്ട, അതുപോലെ തന്നെ ഫോണും ഒന്നും എടുക്കണ്ട എന്ന് പറയും. ശരി എന്ന് പറഞ്ഞ് രണ്ടുപേരും ഫോണ് വണ്ടിക്കകത്ത് ഇട്ടിട്ട് നടക്കുകയാണ് കേട്ടോ. നടന്ന് ഒരു പാർക്കിലേക്കൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് അനന്തപുരിയിലാണെങ്കിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. എന്തായിരിക്കും ഇന്ന് ആദർശം നയനയുടെ മുഖത്തൊരു കള്ളത്തരം? അവർ റൂമിലൊക്കെ ഒന്ന് പോയി പരിശോധിച്ചാലോ എന്ന് ജലജ വിചാരിക്കുകയാണ്. അങ്ങനെ റൂമിൽ ചെല്ലുമ്പോൾ തലേണ എടുത്ത് മാറ്റുമ്പോൾ തലേണയ്ക്കടിയിൽ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി നയനയ്ക്ക് കൊടുത്ത വീടിൻ്റെ താക്കോൽ കൂട്ടം. നയന ഇത്ര അലക്ഷ്യമായിട്ട് താക്കോൽ കൂട്ടം ഇട്ടിട്ട് പോയി. ഇത് എനിക്ക് കിട്ടിയ ഒരു ലോട്ടറിയാണ്, ഇത് ഞാൻ കൈക്കലാക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ആ താക്കോൽ കൂട്ടം എടുക്കുകയാണ്. അപ്പോഴേക്കും എടുത്ത് താഴെ കൊണ്ടുവന്നിട്ട് നമ്മുടെ പേരും കള്ളി അനാമികയുടെ അടുത്ത് വരികയാണ്. അനാമികയോട് പറയാണ്, അനാമികയെ ദേഹി ഒരു സർപ്രൈസ് ഉണ്ട്, നീ കണ്ടോ ഇത് എന്ന് പറഞ്ഞ് ഈ താക്കോൽ കൂട്ടം കാണിക്കുകയാണ്. അപ്പോൾ അനാമിക ചോദിക്കുക, എന്താ ഇത്? ഇത് ദേവയാനി വല്യമ്മ കൊടുത്ത താക്കോലല്ലേ നയനയ്ക്ക് കൊടുത്ത? അതെ. അതെങ്ങനെ ഇപ്പോൾ ജലജ ചെറിയമ്മയുടെ കയ്യിൽ വന്നു? അതൊക്കെ എൻ്റെ കയ്യിൽ വന്നു. ഇതിപ്പോൾ നീ കണ്ടോ, ഇത് വെച്ച് ഞാനൊരു കളി കളിക്കും. ആ നയനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കാനുള്ള ഒരു കളി കളിക്കും എന്ന് പറയുമ്പം നമ്മുടെ അനാമികയും പറയാണ്, ശരിയാണ്, അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകണം, അതിന് വേണ്ടിയിട്ടുള്ള കളികളൊക്കെ ഞാൻ കളിക്കും എന്ന് പറയാം. എന്താ ഒരു പ്ലാൻ ഇത് വെച്ച് എന്ന് പറയുമ്പോൾ അനാമിക ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അനാമിക ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാണ്, ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറയാം. അങ്ങനെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ താക്കോല് വെച്ചിട്ട് ദേവയാനി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പണം, ലോക്കറിൽ വീട്ടാവശ്യങ്ങൾക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന പണം അവിടെ നിന്ന് ഒരു 5 ലക്ഷം രൂപ അടിച്ചു മാറ്റുകയാണ്. അടിച്ചു മാറ്റിയതിന് ശേഷം ഈ താക്കോല് അലക്ഷ്യമായിട്ട് മേശപ്പുറത്ത് കൊണ്ടിടുവാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ നമ്മുടെ ജലജ ചെയ്യുകയാണ്. ലോക്കറിൽ നിന്ന് 5 ലക്ഷം രൂപ എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് താക്കോല് കൊണ്ട് ദേവയാനിയുടെ മുമ്പിൽ ടേബിളിൽ ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഇട്ട് പോവാണ്. അപ്പോഴാണ് ഒരാൾ വരുന്നത് പണത്തിനായിട്ട്, ഡ്രൈവറോ മറ്റോ. അപ്പോൾ ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അയ്യോ ഞാൻ നയനയോട് പണം എടുത്തു വയ്ക്കാൻ പറയാൻ മറന്നുപോയി, താക്കോൽ കൂട്ടം അവളുടെ കയ്യിലാണല്ലോ, അവൾ പുറത്ത് പോയിരിക്കുക, ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് നയനയെ വിളിക്കുന്നുണ്ട് ദേവയാനി. നയന ഫോൺ എടുക്കുന്നില്ല കേട്ടോ.
ആദർശിനെയും വിളിക്കുന്നുണ്ട്. ആദർശും ഫോൺ എടുക്കുന്നില്ല. രണ്ടുപേരുടെയും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഫോൺ കാറിലിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരത് എടുക്കുന്നുമില്ല. ഈ സമയത്ത് ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞിങ്ങനെ നോക്കുമ്പോഴാണ് താക്കോൽ കൂട്ടം കാണുന്നത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇതെവിടുന്ന് ഈ താക്കോൽ കൂട്ടം ഇവിടെ വന്നത്? ഇത് നയനയുടെയും ഞാൻ കൊടുത്തതല്ലേ? അപ്പോൾ മുത്തശ്ശിയും പറയുക, അതെ, ഇതെങ്ങനെ ഈ മേശപ്പുറത്ത് വന്നു? അപ്പോൾ ജലജ കളി ഇറക്കാണ്. ജലജ പറയാണ്, ആഹാ, അവൾ താക്കോലൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയെന്ന് തോന്നുന്നു. ആ, അതെങ്ങനെയാ? അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. അവൾക്ക് ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവൾ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി എന്ന് പറയുകയാണ് കേട്ടോ. എന്തായാലും കൊള്ളാം. അപ്പോൾ ദേവയാനി പറയാം, എന്തായാലും താക്കോല് കിട്ടിയല്ലോ, ഞാൻ ചെന്ന് പണം എടുത്തിട്ട് വരാം. അയാളോട് അവിടെ ഇരിക്കാൻ പറയുക. എന്നിട്ട് പോയി ലോക്കറിൽ പോയി പണം എടുക്കാൻ പോയിട്ട് തിരിച്ചു വരിക. എന്നിട്ട് ദേവയാനി അയാളോട് പറയുന്നുണ്ട്, പണം ഞാൻ അടുത്ത ദിവസം തന്നെ അവിടെ എത്തിച്ചേക്കാം കേട്ടോ, തൽക്കാലം പോയിക്കോ എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞു വിടുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതെന്താ ദേവയാനി നീ പണം എടുക്കാൻ പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ പണം തരാമെന്ന് പറഞ്ഞത്? അത് അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ജലജയും, അതെന്താ, അത് നേരാണല്ലോ, എടുത്തി പണം എടുക്കാൻ പോയതല്ലേ, എന്നിട്ട് ഇപ്പോൾ എന്താ ഇങ്ങനെ വന്ന് പറയുന്നത്? അത് പണം ഇല്ല ലോക്കറിൽ. പണം ഇല്ലേ? 5 ലക്ഷം രൂപ വീട്ടു ചെലവുകൾക്കൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പണം അവിടെ കാണാനില്ല എന്ന് പറയുമ്പോഴേക്കും ദേവയാനി അത് പറയാതിൻ്റെ താമസം ജലജയും അനാമികയും കൂടെ പറയാണ്, പണം ഇല്ലേ? ഓ, അപ്പം ഇത് നയനയുടെ കളി തന്നെയാണ്. ചുമ്മാതല്ല താക്കോൽ മേശപ്പുറത്ത് അലക്ഷ്യമായിട്ട് ഇട്ടിട്ട് പോയത്. അവൾ പണം എടുത്ത് മാറ്റി അവളുടെ വീട്ടിലേക്ക് കൊടുത്തു വിട്ട് കാണും. അത് ചെല്ലേണ്ടടുത്ത് ചെന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾ നൈസായിട്ട് ഇവിടുന്ന് മുങ്ങി, അത്രയേ ഉള്ളൂ. ഓ, അതുകൊണ്ടാണ് ഇപ്പോൾ ഫോണും എടുക്കാതിരിക്കുന്നത്. പണം അവളുടെ കയ്യിലുണ്ടല്ലോ. ഇനിയിപ്പോൾ വൈകിട്ട് വരുമ്പോൾ പറയും, എന്താ, എങ്ങനെയാ, ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് തന്നെയാ കാര്യം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം ദേവയാനിക്ക് നയനയോട് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്. ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയാൻ വരട്ടെ ജലജെ, ഇതിൻ്റെ സത്യാവസ്ഥ അറിയണ്ടേ എന്ന് പറയുക. അപ്പോൾ പറയും, എന്ത് സത്യാവസ്ഥ ഇതിൽ കൂടുതൽ അറിയാനുള്ളത് എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ജാനകി അങ്ങോട്ട് എത്തുകയാണ്. ജാനകി പറയുന്നുണ്ട്, അർഹതപ്പെടാത്തവർക്ക് താക്കോൽ കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും. അനാമിക മോൾക്ക് താക്കോല് കൊടുക്കേണ്ടതാ, അതിന് പകരം ആ പെരുങ്കള്ളി നയനയ്ക്ക് താക്കോല് കൊടുത്തു. ഇപ്പം എങ്ങനെയുണ്ട്, അവൾ മുഴുവൻ ഊറ്റിക്കൊണ്ട് പോയില്ലേ എന്നൊക്കെ ചോദിച്ച് എല്ലാവരുടെ ദേവയാനിയുടെ തലയിലേക്ക് കയറുകയാണ് കേട്ടോ. അങ്ങനെ ആകെ മൊത്തം അവിടെ പ്രശ്നമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ്, നയന തന്നെ എടുത്തെന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നവ്യ അങ്ങോട്ട് വരുന്നത് പുറത്ത് പോയിട്ട്. എന്താ പ്രശ്നം, എന്താ മുത്തശ്ശി? അത് മോളെ നവ്യേ. അപ്പോഴേക്കും ജലജ പറയാണ്, അതെ, ഇവിടെ ലോക്കറിൽ സൂക്ഷിക്കാൻ വെച്ച പണം ഉണ്ടല്ലോ, അത് നിൻ്റെ അനിയത്തി അടിച്ചു മാറ്റി. എന്നിട്ട് അവൾ എവിടെയോ പോയി കിടക്കുക, വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഓ, അങ്ങനെയാണോ? അതെ മോളെ, അങ്ങനെയാ സംഭവം എന്ന് മുത്തശ്ശിയും പറയാണ്. ഇവരൊക്കെ പറയുന്നു ആ പണം നയനമോൾ എടുത്തെന്ന്. ആ പണം ലോക്കറിൽ കാണാനുമില്ല, താക്കോലാണെങ്കിൽ ഇവിടെയും കിടന്നു. ഓ, ആ പണം നയന എടുത്തു. ശരിയാണ്, നയന എടുത്തു. നയന എന്നോട് പറഞ്ഞായിരുന്നു, ഒരു നിമിഷമേ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് നവ്യ പോവുക. പോയിട്ട് 5 ലക്ഷം രൂപയൊക്കെ ആയിട്ട് തിരിച്ചിറങ്ങി വരിക. എന്നിട്ട് പറയാം, ഇതേ പണം, ഈ പണമല്ലേ ലോക്കറിൽ ഇരുന്നത്, ഇതല്ലേ കാണാനിപ്പോൾ പോയ പണം, നയന എന്നെ ഏൽപ്പിച്ചേച്ചാ പോയത്. താക്കോൽ, അയ്യോ, ഞാനാ താക്കോൽ അറിയാതെ ഇവിടെ ഇട്ടത്, സോറി കേട്ടോ, സോറി ചെറിയമ്മേ എന്ന് പറയാം. ഇത് കൊള്ളാമല്ലോ എന്നിങ്ങനെ വിചാരിക്കുകയാണ് ജലജ. ഇവളിപ്പോൾ എവിടുന്ന് പണം എടുത്തുകൊണ്ട് വന്നു, ഞാൻ അടിച്ചു മാറ്റിയതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ജലജയും അനാമികയും കൂടെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ജലജ റൂമിൽ ചെന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ജലജ കാണിച്ച കള്ളത്തരം നമ്മുടെ നവ്യ നൈസായിട്ട് പൊക്കിയിരിക്കുകയാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്